മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ കെമിസ്ട്രിയിലെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമേ എന്താണ് കെമിക്കൽ റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ ഉള്ള റിയാക്റ്റൻസ് ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, CH4+2O2 gives CO2+2H2O. അതായത് CH4ഉം ഓക്സിജൻ എന്ന് പറയുന്നത് രണ്ട് എന്താണ്? റിയാക്റ്റൻസ് ആണ്. അത് ചേർന്നുണ്ടായ പ്രൊഡക്റ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് ആണ് 2H2O. ഓക്കെ, ഇനി കെമിക്കൽ റിയാക്ഷൻ്റെ സമയത്ത് കെമിക്കൽ ചേഞ്ചുകൾ ഒക്യൂർ ചെയ്യുന്നു. സബ്സ്റ്റൻസ് ആയിട്ട് അണ്ടർഗോ കെമിക്കൽ ചേഞ്ചസ് ഓർ കെമിക്കൽ ചേഞ്ചിൽ വിധേയമാവുന്നതിനെ റിയാക്റ്റൻസ് എന്നും പുതിയതായിട്ട് ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ പ്രൊഡക്റ്റ് എന്നും പറയുന്നു. അടുത്ത് പറയുന്നത് ഒരു എക്സാമ്പിൾ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ്. അതായത് മഗ്നീഷ്യം റിബണിനെ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് ഫ്ലെയിം ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ വൈറ്റ് ഫ്ലെയിം ഉണ്ടായേ അങ്ങനെ ഒരു വൈറ്റ് പൗഡർ ഫോം ചെയ്യുന്നു. അതിനെയാണ് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസ് ആണ് എയറിലുള്ള. ഓക്കെ, അതായത് പറയുന്നത് ഇപ്പോൾ ബർണർ, ടോങ്ക്, മഗ്നീഷ്യം റിബൺ ആ പ്രോസസ്സ് കാണിച്ചിരിക്കുന്നുണ്ട്. ഒരു ടോങ്ക് വെച്ച് നമ്മളാണെങ്കിൽ ബർണറിൽ നിന്ന് മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുമ്പോൾ ഒരു മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞ ഇത് പ്രൊഡക്റ്റ് നമുക്ക് വാച്ച് ഗ്ലാസിലൂടെ കിട്ടുന്നു. ഇനി ലെഡ് നൈട്രേറ്റ് സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ട് പൊട്ടാഷ്യം അയോഡൈഡ് ചേർക്കുമ്പോൾ എന്ത് പറ്റുന്നു? ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓഫ് ലെഡ് അയോഡൈഡ് എന്ന് പറയുന്നത് ബോട്ടത്തിൽ അപ്പിയർ ചെയ്യുന്നു. പ്രൊസീജിയറാണ് അവർ കാണിക്കുന്നത്. ആദ്യം പൊട്ടാസ്യം അയോഡൈഡ് പിന്നെ ലെഡ് നൈട്രേറ്റ് രണ്ടും കൂടെ ചേർന്ന് ഉണ്ടാകുന്ന റിയാക്ടറല്ല പ്രൊഡക്റ്റ്. ഇനി അടുത്ത് പറയുന്നത് വേറൊരു കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ, സിങ്ക് പ്ലസ് H2SO4, അതായത് സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. അവിടെ എന്താണ് പറയുന്നത്? ഒരു കുറച്ച് സിങ്ക് ഗ്രാനുൾസ് എന്ന് പറയുന്ന ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. അവിടെയാണെങ്കിൽ ഡൈല്യൂട്ട് HClO H2SO4 ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റുന്നത്? ബബിൾസ് എന്ന് പറയുന്ന ഫോം ചെയ്യുന്നു. ഇതെന്ന് പറയുന്ന റിലീസ് ഓഫ് ഹൈഡ്രജൻ ആണ്. ഏതൊരു റിയാക്ഷനിലും ബബിൾസ് എന്ന് പറയുന്നത് ഫോം ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എന്താണ്? റിലീസ് ഓഫ് ഹൈഡ്രജൻ നടന്നു എന്നാണ്. ഇനി കോണിക്കൽ ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ ഹോട്ട് ആവുന്നു. കാരണം എന്താണ്? ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റിനെ റിയാക്ഷന് വിധേയമാവുന്ന സമയത്ത്, കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടാവുന്ന സമയത്ത് അവിടെ നിന്ന് ഹീറ്റിനെ റിലീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ കോണിക്കൽ ഫ്ലാസ്കിന് ഹീറ്റായിട്ട് ഹോട്ടായിട്ട് തോന്നുന്നത്. ഓക്കെ, അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു അപ്പാരറ്റസ് കണ്ടില്ലയോ? ഒരു കോർക്ക് ഉണ്ട്, ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അവിടെ എന്തുകൊണ്ട് ഒരു ട്യൂബ് വെച്ചിട്ടുണ്ട്. അതിലാണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ആവുന്നു. അതായത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുകയാണ്. കോണിക്കൽ ഫ്ലാസ്ക് കൊണ്ട് അവിടെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും സിങ്ക് ഗ്രാനുൾസും നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ ഉണ്ടായ റിയാക്ഷൻ ആണ് അടുത്ത് പറയുന്നത്. അടുത്ത് എന്താ പറയുന്നത്? ഈ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ റിയാക്ഷൻസ് നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ല എന്ന് അറിയാൻ വേണ്ടി 4 കാര്യങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അല്ലെങ്കിൽ 4 കാര്യങ്ങൾ അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ ടേക്ക് പ്ലേസ് ചെയ്തു എന്നാണ്. ഒന്ന് പറയുന്നത് സ്റ്റേറ്റിനുണ്ടാകുന്ന ചേഞ്ച്. അതായത് ഇപ്പോൾ സോളിഡ് ആയിരുന്ന ലിക്വിഡ് ആവുന്നു, അല്ലെങ്കിൽ ലിക്വിഡ് ആവുന്ന ഗ്യാസ് ആവുന്നു, അങ്ങനെയുള്ള സ്റ്റേറ്റിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ കളർ, പ്രസിപ്പിറ്റേറ്റ്സ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ കളർ ഫോർമേഷൻ നടക്കുന്നു, ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എവല്യൂഷൻ ഓഫ് എ ഗ്യാസ്, ഉദാഹരണം പറഞ്ഞാൽ ഹൈഡ്രജൻ, ഓക്സിജൻ, അങ്ങനെയുള്ള ഗ്യാസുകൾ, നൈട്രജൻ, അങ്ങനെയുള്ള ഗ്യാസുകൾ എവല്യൂഷൻ സംഭവിക്കുന്നു. ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്. ഉള്ള വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷൻ 2 തരത്തിലുണ്ട്, എക്സോതെർമൽ ആൻഡ് എൻഡോതെർമൽ. അതായത് എൻഡോതെർമൽ എന്ന് പറയുമ്പോൾ ഹീറ്റ് അബ്സോർവ് ചെയ്ത് റിയാക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ എൻഡോതെർമൽ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർവ് ചെയ്ത് റിയാക്ഷൻ നടക്കുന്നു. എക്സോതെർമൽ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ചെയ്തുകൊണ്ട് റിയാക്ഷൻ നടക്കുന്നു. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഷോർട്ടർ ഫോമിലുള്ള ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യമേ പറയുന്നത് എന്താ? LHS ഉണ്ട്, RHS ഉണ്ട് അല്ലേ? LHSൽ റിയാക്റ്റൻസ് വരുന്നു, RHSൽ പ്രോഡക്ട്സ് വരുന്നു. ഒരു ആരോ കാണിക്കുന്നത് കൺവേർഷനാണ്. ഓക്കെ, ആരോയുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിലോട്ടായിരിക്കും. ഷോസ് ദ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ എങ്ങോട്ട് നടക്കുന്നു എന്നുള്ളതിനെയാണ് ആരോ ഹെഡ് കാണിക്കുന്നത്. പിന്നെ റിയാക്ഷൻ സൈഡാണ് LHS, പ്രൊഡക്റ്റ് സൈഡ് RHS ആണ്. പിന്നെ പ്രൊഡക്റ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒരു പ്രൊഡക്ട്സും ഉണ്ട്, മറ്റൊന്നെന്ന് പറയുമ്പോൾ പ്ലസ് ഇട്ട് എഴുതുന്ന ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. ആ ബൈ പ്രൊഡക്ട്സും അവിടെ വരും. ഒരു കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ കെമിക്കൽ ഫോർമുല ഉപയോഗിച്ചാണ് എഴുതുന്നത്. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻസിനെ ബാലൻസ്ഡ് ആക്കുക ആണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്കെലറ്റൽ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മഗ്നീഷ്യം ഓക്സിജൻ ചേരുന്നു, MgO ഉണ്ടാകുന്നു. പക്ഷേ അത് ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ആവുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മാറ്റേഴ്സ്
മോളിക്യൂൾസോ ഒക്കെ ഈക്വൽ ആക്കുന്നതാണ്. അപ്പോൾ 2mg + O2 2mg എന്ന് പറയുന്നതാണ് ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ്? മാസ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് സൈഡിലുള്ള മാസ് പ്രൊഡക്റ്റ് സൈഡിലുള്ള മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ സിങ്കും സൾഫ്യൂരിക് ആസിഡും ചെയ്യുമ്പോൾ സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും ഉണ്ടാവുന്നു. അവിടെ പറയുന്നത് സിങ്ക് എന്ന് പറയുന്നതിൻ്റെ നമ്പർ ഓഫ് ആറ്റം 1 ആണെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിലും 1 ആയിരിക്കും. ഹൈഡ്രജൻ 2 ആണെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ 2 ആയിരിക്കും. റിയാക്റ്റീവ് സൈഡിൽ 2 ആണെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിലും 2 ആയിരിക്കും. സൾഫർ റിയാക്റ്റീവ് സൈഡിൽ 1 ആണെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിലും 1 ആയിരിക്കും. ഓക്സിജൻ റിയാക്റ്റീവ് സൈഡിൽ 4 ആണെങ്കിൽ എന്താണ് പ്രൊഡക്റ്റ് സൈഡിൽ 4 ആയിരിക്കണം. അതാണ് പറഞ്ഞത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അതായത് മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് എന്ന് പറയും. മാസ് എന്ന് പറഞ്ഞാൽ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ലീസ്റ്റ് ഹോൾ നമ്പർ കോഎഫിഷ്യൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് Fe + He2 Fe2O4 + H2 എന്നുള്ള ഇക്വേഷനിൽ അയൺ എന്ന് പറയുന്നത് 1 ആണ് അതിൻ്റെ ആറ്റംസ് ഇൻ റിയാക്റ്റീവ് സൈഡ്. പക്ഷേ പ്രൊഡക്റ്റ് സൈഡിൽ 3 ആയി. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 2 ആയിരുന്നു, അത് എന്താണ് പ്രൊഡക്റ്റ് സൈഡിൽ 2 ആയി. 2 തന്നെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ റിയാക്റ്റീവ് സൈഡ് 1 ആയിരുന്നെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ പ്രൊഡക്റ്റ് സൈഡ് 4 ആയി മാറി. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ടിനെ സെലക്ട് ചെയ്ത് അതിനെ ബാലൻസ് ഇക്വേഷൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഇനിഷ്യലി 1 കൊണ്ടും 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? അത് ബാലൻസ് ഇക്വേഷനായിട്ട് മാറുന്നു. അതായത് Fe + 4H2 Fe3O4 + H2. കാരണം എന്താണ്? ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ആണ്, ഓക്സിജൻ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അത് കോൺസ്റ്റന്റ് ആക്കാൻ നോക്കുന്നു. അടുത്ത എന്താണെന്ന് വെച്ചാൽ അടുത്ത ഇതിൽ എന്താണ് ഹൈഡ്രജൻ 4 വന്നതുകൊണ്ട് 4 ഹൈഡ്രജൻ 8 വന്നതുകൊണ്ട് ഒരു പാർഷ്യലി ബാലൻസിന് വേണ്ടി എന്ത് ചെയ്തു? അടുത്ത പ്രൊഡക്റ്റ് സൈഡ് റിയാക്റ്റീവ് സൈഡിൽ ഹൈഡ്രജൻ 4 ഗുണം 2 8 വരുന്നതുകൊണ്ട് എന്ത് പറയുന്നു? പ്രൊഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ ആണെങ്കിൽ 4 ഗുണം 2 ആകുന്നു. അവസാനത്തെ ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നു? അയൺ എന്ന് പറയുന്ന 3 എണ്ണം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? റിയാക്റ്റീവ് സൈഡിൽ 3 ഇട്ട്, കാരണം പ്രൊഡക്റ്റ് സൈഡിൽ 3 എണ്ണം ഉള്ളതുകൊണ്ട്. അങ്ങനെയാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. ഓരോ ഇതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കി ഓരോ പ്രൊഡക്ട്സും റിയാക്റ്റൻസും നോക്കി എത്ര ആറ്റംസ് വീതം ഉണ്ടെന്നുള്ളത് നോക്കിയാണ് നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുന്നത്. അടുത്തതിൽ എന്താ ചെയ്യുന്നത്? ബാലൻസ്ഡ് ഇക്വേഷൻ ആയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഈക്വൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സംഭവിച്ചോ എന്ന് നോക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിസിക്കൽ സ്റ്റേറ്റുകൾ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഗേഷ്യസ് ആണെങ്കിൽ ഗേഷ്യസ്, സോളിഡ് ആണെങ്കിൽ എസ്, അങ്ങനെ നമുക്ക് ചെയ്യാം. അക്യൂസ് ആണെങ്കിൽ എന്താ? അക്യൂസ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി ലിക്വിഡ് ആയിട്ടുള്ള പാർഷ്യലി ലിക്വിഡ് ആയിട്ടുള്ള അക്യൂസ് സ്റ്റേറ്റ് ആണെങ്കിൽ AQ എന്ന് മെൻഷൻ ചെയ്യുന്നു. ഇപ്പോൾ H2O ആണെങ്കിൽ അത് ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് സ്റ്റേജ്, അല്ലെങ്കിൽ എന്താണ് ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ലിക്വിഡ് എന്നൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ചില സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ കാറ്റലിസ്റ്റുകൾ ആഡ് ചെയ്യുന്നു. അതുപോലെ പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ, അവിടുത്തെ കാറ്റലിസ്റ്റ്, റിയാക്റ്റൻസ്, ഓക്കെ, റിയാക്റ്റൻസിന് ഹെൽപ്പ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകൾ, അതുപോലെ പ്രഷർ എത്ര പ്രഷറിലാണ് നടന്നത്, ടെമ്പറേച്ചർ എത്രയാണ് നടന്നത് എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത് CO എന്ന് പറയുന്നത് ഹൈഡ്രജനും കൂടെ ചേരുമ്പോൾ CH3OH എന്നാവുന്നു. 340 ATMലാണ് സംഭവിക്കുന്നത്. ഇനി 6CO2 + 12H2 എന്ന് പറയുന്നത് സൺലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെ എക്സാമ്പിൾ, അതായത് ഫോട്ടോസിന്തസിസിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് C6H12O6 + 6O2 + 6H2 എന്ന് പറഞ്ഞാൽ ഇത്. അതിൽ C6H12O6 എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നു, ഓക്സിജൻ ഫോം ചെയ്യുന്നു, ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. ഏതില്ല? ഫോട്ടോസിന്തസിസ് റിയാക്ഷനിൽ നടക്കുന്ന ഇതാണ്.